വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദി ലെഗസി പ്രോജക്റ്റ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതിനോടൊക്കെയുള്ള വിയോജിപ്പുകൾ നമ്മൾ അതത് സമയം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ചില സിനിമകളും കഥാപാത്രങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ഓർമ്മകളുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ആധാരമാക്കുന്നത്. സിനിമയിലും മിനി സ്ക്രീനിലുമായിട്ട് ഒരുപാട് ഹീറോയിക് ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നായകന്മാരും നായികമാരും അതിശക്തരായിട്ടുള്ള കഥാപാത്രങ്ങൾ വില്ലന്മാരെ ഡയലോഗ് കൊണ്ടും കയ്യൂക്ക് കൊണ്ടും മലർത്തിയടിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റിയൽ ലൈഫിൽ ഞാനൊരു ഹീറോയിക് ആക്ട് ഒരു അഭിനേതാവിൽ നിന്ന്, ഒരു താരത്തിൽ നിന്ന് കാണുന്നത്, ടി വിയിലൊരു ന്യൂസ് വന്നു. 2 കുട്ടികൾ, അവർ HIV പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ സ്കൂളിൽ കയറ്റുന്നില്ല. ആ സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാവരും ആ ക്ലാസ്സിൽ കയറില്ല എന്ന് പറയുന്നു. അവരുടെ അച്ഛനമ്മമാർ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ഈ HIV എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയാതെ വരുന്നൊരു പ്രായമാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുക, മനുഷ്യരൊക്കെ അവരെ വെറുപ്പോടുകൂടി നോക്കുക എന്ന് പറയുന്ന ആ പെയിൻ മാത്രമാണ് ആ വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ വന്നു. ആ 2 കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് അദ്ദേഹം ആ സ്കൂളിൻ്റെ മുറ്റത്തൂടി നടന്നു വരുന്നൊരു കാഴ്ച ന്യൂസിൽ കണ്ടു. പിറ്റേ ദിവസം പത്രങ്ങളിൽ കണ്ടു. അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ എടുക്കുന്നു, അവരുടെ അടുത്തിരിക്കുന്നു, സംസാരിക്കുന്നു. ഒരുപക്ഷെ HIV പിന്നീട് അങ്ങോട്ട് സ്കൂളിലൊക്കെ കിട്ടിയിട്ടുള്ള വലിയ ബോധവൽക്കരണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അന്ന് ചെയ്തത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോധവൽക്കരണമായിരുന്നു. ഒരു മനുഷ്യനെയും നമ്മൾ അവരുടെ അവസ്ഥയുടെ പേരിൽ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്, കൃത്യമായ അവബോധമാണ് വേണ്ടത് എന്ന് എൻ്റെ കുഞ്ഞു മനസ്സിനെ പഠിപ്പിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണ്. മലയാളികളുടെ വെള്ളി വെളിച്ചത്തിലെ സൂപ്പർ താരം സുരേഷ് ഗോപി. ഇന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം അതാണ്. പിന്നീടും അദ്ദേഹത്തെ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ പ്രായമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്ന വാർത്തകൾ അതൊക്കെ ആയിരിക്കുമല്ലോ, മറ്റു വാർത്തകളും ഉണ്ടായിരിക്കാം. പക്ഷേ കുഞ്ഞുങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പ്രതികരിക്കാൻ വേണ്ടിയും ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയും മാധ്യമങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സുരേഷ് ഗോപിയുടെ പല ചിത്രങ്ങളും മനസ്സിലേക്ക് വരാറുണ്ട്. ഇന്ന് അദ്ദേഹം പിന്തുടരുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ ചിന്തകൾ, അതിൻ്റെ ഭാഗമായുള്ള വിയോജിപ്പുകൾ ഇതിനു മുൻപും ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനിയും ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. പരസ്പര ബഹുമാനത്തോടുകൂടി വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് വിദ്യാഭ്യാസമുള്ള സമൂഹമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ നിൽക്കുമ്പോഴും അദ്ദേഹം ഈ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ, എന്നെപ്പോലെ ഒരുപാട് ആളുകളുടെ ഉള്ളിലേക്ക് അദ്ദേഹം പല വഴിയിലും നിറച്ചിട്ടുള്ള വെളിച്ചം, അതിപ്പോഴും ആ ശോഭ മങ്ങാതെ തന്നെയുണ്ട്. സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ വളർച്ച അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഒരു ദിവസം ഒരു സൂപ്പർ താരമായി സുരേഷ് ഗോപി അവതരിച്ചു എന്നല്ല. 1965 അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്, ഒരു ബാലതാരമായിട്ട് ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ. മലയാള സിനിമാ ചരിത്രത്തിലെ വളരെയധികം പ്രാധാന്യങ്ങളുള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ പേര് എഴുതുന്നിടത്തൊക്കെ സുരേഷ് ഗോപി എന്ന പേരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തമിഴ് സിനിമകളൊക്കെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളായിരുന്നു, ഗോപിനാഥൻ പിള്ള. അമ്മ ലക്ഷ്മി അമ്മ. ബാലതാരമായി ചലച്ചിത്രയാത്ര ആരംഭിച്ചു എന്ന് പറയാമെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവായിട്ട്, ഒരു കല്യാണച്ചക്കനായിട്ട് ഒരു കുഞ്ഞു വേഷം TP ബാലഗോപാലൻ MA എന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ പല സിനിമകളിലായിട്ട് 1 മുതൽ 0 വരെ എന്ന സിനിമയിൽ അദ്ദേഹം ഒരു കൊച്ചു വേഷം ചെയ്തിട്ടുണ്ട്. ആ വേഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡബ്ബിങ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡബ്ബിങ് സ്യൂട്ടിൽ സംവിധായകൻ പറയുന്നുണ്ട്, അത് അങ്ങനെ പറയൂ, മാറ്റി പറയൂ, ഒരുപാട് റീടേക്കുകളായി. പക്ഷേ ഈ പയ്യൻ്റെ ശബ്ദത്തിന് ഒരു ബേസില്ല, ഒരു ഗാംഭീര്യമില്ല എന്ന് പറഞ്ഞ് സംവിധായകൻ വഴക്ക് പറയുകയും മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യുകയും ചെയ്തു. ഡബ്ബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി ഓർത്തെടുക്കുന്നത് ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്ന സുരേഷ് ഗോപിയാണ്. ശബ്ദത്തിന് ഗാംഭീര്യം കൂടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ സമയത്ത് ഒരുപാട് സിഗരറ്റ് വലിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഏതൊക്കെ തരത്തിലുള്ള വിയോജിപ്പുകൾ കൊണ്ട് മാറ്റി നിർത്താമെന്ന് വെച്ചാലും കേരളത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള മുഴങ്ങി കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്നായി പിന്നീട് ആ ശബ്ദം മാറുകയായിരുന്നു. പലപ്പോഴും ഒരുപാട് ആഗ്രഹിച്ച്, ഒരുപാട് കൊതിച്ച് കഠിനാധ്വാനം ചെയ്യുന്നവൻ്റെ കൂടെ ഈ പ്രകൃതിയും ഭാവിയും ഒക്കെ ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ശരിയാണല്ലേ?
അങ്ങനെ മുന്നോട്ട് പോയി 1987 റിലീസായ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിലാണ് സുരേഷ് ഗോപി ആദ്യമായി സ്വന്തം ശബ്ദം ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ആ സമയത്ത് തിളങ്ങി നിന്ന താരങ്ങൾക്കൊക്കെ ഒപ്പം പ്രാധാന്യം അർഹിക്കുന്ന വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ യാത്ര തുടരുന്നത്. ആരോമൽ ചേകവറും ഇന്നലെയുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു താരമായി പ്രേക്ഷകർ സ്വീകരിച്ചു തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ബാങ്കബിൾ ആക്ടർ, ഇദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്താൽ നമുക്ക് മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു താരമായി മാറുന്നത് 1992 തലസ്ഥാനം എന്ന സിനിമ റിലീസാവുന്നതിന് ശേഷമാണ്. തിരക്കഥ സംഭാഷണം രഞ്ജി പണിക്കർ, സംവിധാനം ഷാജി കൈലാസ്. ആ ഒരു കോമ്പിനേഷൻ്റെ കൂടെ സുരേഷ് ഗോപിയുടെ തല മെയിൻ ഫിഗറായി വരുന്നൊരു പോസ്റ്റർ, അതുമാത്രം മതി പ്രേക്ഷകന് തിയേറ്ററിൽ പോയി 2-2.5 മണിക്കൂർ സെലിബ്രേറ്റ് ചെയ്യാൻ, ആഘോഷിക്കാൻ എന്ന് പ്രേക്ഷകർ പെർസീവ് ചെയ്ത് തുടങ്ങുന്ന സമയമാണത്. ഏകലവ്യൻ്റെ വിജയം അദ്ദേഹത്തെ ഒരു താരപദവിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം മറ്റ് താരങ്ങൾക്കൊപ്പവും സിനിമകളിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി 1994 മലയാള സിനിമാ പ്രേക്ഷകരുടെ മുന്നിൽ ഇനിയൊരു പോലീസ് വേഷം, ഇതിന് ചെക്ക് വെക്കാൻ ഒരു പോലീസ് വേഷം ഉണ്ടെങ്കിൽ നീ വെക്കടാ എന്ന് വെല്ലുവിളിക്കുന്നത് പോലെ ഒരു സിനിമ റിലീസായി. കമ്മീഷണർ. ഭരത് ചന്ദ്രൻ IPS ആയി സുരേഷ് ഗോപി വെള്ളിത്തിരയിൽ. ആഘോഷിക്കാൻ ഇനി എന്ത് വേണം എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ അതിഗംഭീരമായ ഡയലോഗുകൾ, തീ പാറുന്ന ഉച്ചാരണം, ഘനഗാംഭീര്യമുള്ള സുരേഷ് ഗോപിയുടെ ശബ്ദം തിയേറ്ററുകളിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. ആ മുഴക്കം കൂടുതൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചു. സുരേഷ് ഗോപിക്കൊരു വലിയ ആരാധക വൃന്ദമുണ്ടായി അദ്ദേഹത്തിൻ്റെ പോലീസ് വേഷങ്ങൾക്കും. ആരോ ഒരു പ്രധാനപ്പെട്ട താരമാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആ തോക്ക് ഏറ്റെടുക്കാൻ ഇന്നും വേറൊരാൾ മലയാള സിനിമയിലില്ലാന്ന്. ശരിയാണ്. സുരേഷ് ഗോപി ഇട്ടിട്ടുള്ള ആ കാക്കി യൂണിഫോം ഉണ്ടല്ലോ, അദ്ദേഹം എടുത്ത ആ തോക്കുണ്ടല്ലോ, അത് ഏറ്റുവാങ്ങാൻ, അതിട്ട് സ്ക്രീനിൽ അദ്ദേഹം ഉണ്ടാക്കിയതുപോലെ ഒരു രോമാഞ്ചം ഉണ്ടാക്കാൻ ഇന്നും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മറ്റൊരു താരമില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഇന്ന് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ വെല്ലുവിളിയാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അത്രയും നിറഞ്ഞാണ് സുരേഷ് ഗോപി പ്രേക്ഷകരെ ഇളക്കി മറിച്ചിട്ടുള്ളത്. പക്ഷെ തൻ്റെ തീപാറുന്ന ഡയലോഗുകൾ അത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നൊരു വിമർശനം ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപി തന്നെ പറയുന്നത് അത് കുട്ടികൾക്ക് കാണാനുള്ളതല്ല, കുട്ടികളെ ആ കാര്യത്തിൽ ലിമിറ്റ് ചെയ്യേണ്ടത് അവരുടെ മാതാപിതാക്കളാണ് എന്നുള്ളതാണ്. വർഷങ്ങൾക്കിപ്പുറം 2026 വളരെ വയലൻ്റ് ആയിട്ടുള്ള സിനിമകൾ റിലീസാകുമ്പോൾ നമ്മളും പറയുന്നത് അത് തന്നെയാണ്. കുട്ടികളുടെ അടുത്തേക്ക് ഇത്തരം സിനിമകൾ എത്താതിരിക്കുക എന്ന് പറയുമ്പോൾ സിനിമകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്, സെലിബ്രേഷനുകളുണ്ട്. പക്ഷേ അത് കുട്ടികൾക്കുള്ളതല്ല എന്ന തിരിച്ചറിവുണ്ടാകേണ്ടത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. തൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് വരുന്ന, അതായത് കുട്ടികളെ കൊണ്ട് സുരേഷ് ഗോപിയുടെ ഡയലോഗുകൾ പഠിപ്പിച്ച് അത് സുരേഷ് ഗോപിയെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന അച്ഛനമ്മമാരുണ്ട്. അവരോട്, ആ കുട്ടികളോട് സുരേഷ് ഗോപി പറയാറുള്ളത് നിങ്ങൾ ഈ ഡയലോഗ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി പറയണമെന്നാണ്. കാരണം അങ്ങനെ കേൾക്കുമ്പോഴാണ് ആ ഡയലോഗിലെ കുഴപ്പം എന്താണെന്നുള്ളത് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഈ ഡയലോഗ് ഡെലിവർ ചെയ്ത ആൾക്ക് തന്നെ ആ ഡയലോഗിലുള്ള കുഴപ്പങ്ങൾ, അത് കുട്ടികളിലേക്ക് എത്താതിരിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെയും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം യാതൊരു ന്യായീകരണവും നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നില്ല. 90കളിലെ മലയാളികളുടെ സ്റ്റൈൽ ഐക്കൺ സുരേഷ് ഗോപിയെ പോലെ നിൽക്കുക, നടക്കുക, അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം വന്നിട്ടുള്ള പല സിനിമകളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഓവർകോട്ടുകളുണ്ട്, തൊപ്പികളുണ്ട്, കണ്ണടകളുണ്ട്, അതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. കമ്മീഷണർക്ക് ശേഷം സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ സുരേഷ് ഗോപി മലയാളത്തിൻ്റെ ഒരു ഫയർ ബ്രാൻഡ് സ്റ്റാർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെ അമ്മാതിരി ഡയലോഗുകളുമായിട്ട് ഞാനൊരു സത്യം പറയട്ടെ, ഒരുപക്ഷെ 90s കിഡ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. എൻ്റെ ഏതോ ഒരു പ്രായം വരെ ഞാൻ വിചാരിച്ചിരുന്നത് സുരേഷ് ഗോപി ശരിക്കും പോലീസാണെന്ന്. അതുകൊണ്ടാണ് സിനിമയിൽ അയാൾക്ക് പോലീസായി ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന്. പക്ഷേ ഈ സൂപ്പർ കോപ്പായിട്ട് ഇത്രയും ഡയലോഗുകളൊക്കെ വീശി നടക്കുന്ന സുരേഷ് ഗോപി അതേ സമയങ്ങളിൽ തന്നെ മനുഷ്യൻ്റെ ഏറ്റവും ലോലമായിട്ടുള്ള ഇമോഷൻസിനെ നമ്മളിലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയിലെ നരേന്ദ്രനും, സമ്മറിൻ ബത്ലഹേമിലെ ഡെന്നിസും, പ്രണയവർണ്ണങ്ങളിലെ കളക്ടറും, ഇതിൻ്റെ ഒക്കെ ഇടയിൽ മിന്നൽ പ്രതാപനായിട്ടുമൊക്കെ സുരേഷ് ഗോപി നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ആ അതിശയിപ്പിക്കലിൻ്റെ ഏറ്റവും വലിയ പീക്ക് സംഭവിക്കുന്നത് കളിയാട്ടത്തിലാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കൊടുത്ത് ഇന്ത്യയിലെ സിനിമാ ലോകം അദ്ദേഹത്തെ ആദരിച്ചു. സുരേഷ് ഗോപി എന്നത് അതിശക്തമായ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. അദ്ദേഹം ആ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് മറ്റേത് താരമുണ്ടെന്ന് പറഞ്ഞാലും നോട്ടം അങ്ങോട്ടേ പോകുള്ളൂ. ഒരിക്കൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ശബ്ദം മോശമാണെന്ന് കരുതിയിരുന്ന് കരഞ്ഞ പയ്യൻ, എത്ര ഗംഭീരമായ ശബ്ദമാണത്. ഡയലോഗ് ഡെലിവറി
സുരേഷ് ഗോപി പറയുമ്പോഴാണ് ചില വാക്കുകൾ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഞാൻ പഠിച്ചത്. നിർത്തി സ്ഫുടമായി, എന്നാൽ ഓരോ വാക്കിൻ്റെയും കനം കുറയാതെ. ആ വാക്കുകളൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ സെൻറ്റൻസിൻ്റെ അർത്ഥത്തിന് യാതൊരു മാറ്റവും വരാതെ, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ പ്രേക്ഷകന് മനസ്സിലാകത്തക്ക രീതിയിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഉച്ചാരണം. പക്ഷേ കമ്മീഷണറും ലേലവും തുടങ്ങി അങ്ങോട്ടേക്കൊരു വലിയ യാത്ര സംഭവിച്ച് സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 4 വർഷത്തോളം അദ്ദേഹം സിനിമയിൽ ഒന്നും തന്നെ വന്നില്ല. ആ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മലയാളികളുടെ മുന്നിലേക്ക് എത്തിയത് വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലൂടെയാണ്. സുരേഷ് ഗോപിയുടെ ഫയർ ബ്രാൻഡ് ഡയലോഗ് ഡെലിവറിയും ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മികവും ഇമോഷൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവുമെല്ലാം നമ്മൾ ആ ഒരു സിനിമയിൽ തന്നെ വീണ്ടും കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം, ഇലക്ഷൻ, കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയ ഒരച്ഛൻ, ഒരു ഭർത്താവ്, അതും കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂകളിൽ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്, അവരുടെ സന്തോഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം, ഇവിടെയൊക്കെ മലയാളികൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പോക്കിനും ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനയുമായി. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളുണ്ടല്ലോ, കമ്മീഷണർ, പത്രം, ലേലം, വാഴുന്നോര്, ഇങ്ങനെയുള്ള കുറേ സിനിമകളിലെ ഡയലോഗുകൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടാറുണ്ട്, നമുക്കൊരു രോമാഞ്ചം വരാറില്ലേ? സുരേഷ് ഗോപിക്കും അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ പഞ്ച് ഡയലോഗുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു രോമാഞ്ചം വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിലെ ആ സൂപ്പർ ഹീറോ അദ്ദേഹം തന്നെ പറയുന്നത്, ഒരു നഴ്സറി കുട്ടിക്കപ്പുറം എൻ്റെ ഹൃദയം വളർന്നിട്ടേ ഇല്ല, ഞാനൊരു പിണക്കക്കാരനാണെന്നാണ്. പക്ഷേ ആ പിണക്കക്കാരനാണ് ജോഷിയോടൊപ്പം, രഞ്ജി പണിക്കരോടൊപ്പം, ഷാജി കൈലാസിനോടൊക്കെ ഒപ്പം ചേരുമ്പോൾ ചുറ്റുമുള്ളതെല്ലാം മറന്ന് അദ്ദേഹത്തെ തന്നെ നോക്കി നിൽക്കത്തക്ക രീതിയിലുള്ള പെർഫോമൻസുകൾ നമുക്ക് തന്നത്. പക്ഷേ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്ന് പറഞ്ഞു പഠിച്ചിരുന്ന ഒരു 90s കിഡാണ് ഞാൻ. ആ വഴിയിൽ എവിടുന്നോ സുരേഷ് ഗോപി എന്നുള്ള പേരിന് പകരം മറ്റു പല പേരുകളും കടന്നു വന്നു. സുരേഷ് ഗോപി എന്നുള്ള പേര് പല സ്റ്റേജിലേക്ക് മാറിപ്പോയി. അതെന്തുകൊണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ സുരേഷ് ഗോപി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. മോഹൻലാലിനുണ്ടായിരുന്ന ഒരു ടീമോ മമ്മൂട്ടിക്കുണ്ടായിരുന്ന ഒരു ബോൾഡ്നെസ്സോ കരിയറിൻ്റെ തുടക്കത്തിൽ എനിക്കില്ലായിരുന്നു എന്നാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ താരങ്ങളെല്ലാം കരിയർ ഫോക്കസ്ഡാണ്. അവർക്കറിയാം ഈ സിനിമ കഴിയുമ്പോൾ ഇന്ന മാറ്റം സംഭവിക്കും, ഇത്ര സിനിമകൾ കഴിയുമ്പോൾ ഞാൻ ഈ ടൈപ്പ് സിനിമകൾ ചെയ്യണം, ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് ഞാൻ കൃത്യമായി ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ എൻ്റെ താര പദവി ഞാൻ ഉറപ്പിക്കണം. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മുടെ താരങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, ചില ആളുകൾക്കെങ്കിലും വിഷമമുണ്ടാകുന്നൊരു കാര്യമാണ്. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിൽ 1ാം പേരായി സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് ശീലിച്ച കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അത്രയധികം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ സെലിബ്രേഷനും കൃത്യമായ പ്ലാനിങ്ങും ഒക്കെ തുടർന്ന് പോയിരുന്നെങ്കിൽ മലയാള സിനിമയിലെ 1ാം പേരുകാരനായി നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടേനെ. ഷാജി കൈലാസ് ഒരു ഇൻ്റർവ്യൂവിലിരുന്ന് പറയുന്നുണ്ട്, ആ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെറർ ഫീല് വരില്ലേ, ഒരു മാസ് ഫീല് വരില്ലേ എന്നാണ്. യെസ്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ മാസ് ഡയലോഗുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പദവിയെ, അല്ലെങ്കിൽ ഇയാളുടെ വളർച്ചയെ, ഇയാൾ ചെയ്യുന്ന ജോലിയെ അവഹേളിക്കും, കുറ്റപ്പെടുത്തും, ഒരുപാട് താഴ്ത്തിക്കെട്ടും. അതുവരെ ദേഷ്യപ്പെട്ട് ഇതെല്ലാം കേട്ട ആ അമർഷത്തോടു കൂടി തിരിഞ്ഞു നിൽക്കുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു വാക്ക് കൂടി പറഞ്ഞ് ട്രിഗറായി കഴിയുമ്പോൾ സുരേഷ് ഗോപി ഒന്ന് തിരിയും, പതിയെ മുന്നോട്ട് വരും, ജസ്റ്റ് ഒന്ന് മുഖം കുനിക്കും മറ്റേ ആളുടെ ഐ ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഡയലോഗ് അങ്ങ് പറഞ്ഞു തുടങ്ങും. പിന്നെ കുറേ നേരത്തേക്ക് ഒരു മാൻഹുഡിൻ്റെ സെലിബ്രേഷനാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ത്രാസിൽ വെച്ച് അളക്കുമ്പോൾ, അപ്പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ എന്ന് എണ്ണിപ്പെറുക്കി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും വേദനിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന വികാരങ്ങളുടെ ഒരു സ്ഫോടനമാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ന്യായീകരണമുണ്ട് അദ്ദേഹത്തിൻ്റെ അത്തരം സീക്വൻസുകൾക്ക്. ആ ശബ്ദവും ആ വോയിസ് മോഡുലേഷനും കൂടി ചേരുമ്പോൾ കൈയടിച്ചിട്ടേ ഉള്ളൂ മലയാളികൾ. ഇന്നും ഈ 2026 വരുമ്പോഴും സുരേഷ് ഗോപിയുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ തീപാറുന്ന ഡയലോഗുകളുണ്ട് എന്നൊരു ക്ലൂ വന്നു കഴിഞ്ഞാൽ മലയാളികൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും. അതിന് സൂപ്പർ താരനിരയിൽ സുരേഷ് ഗോപിയുടെ എണ്ണം നോക്കിയുള്ള സ്ഥാനം എത്രാമത്തതാണ് എന്ന് മലയാളി ചോദിക്കില്ല. ഇറ്റ്സ് സുരേഷ് ഗോപി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.